2 മാസത്തെ വെക്കേഷൻ, എൻജോയ്മെൻറ്റ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയി. വീണ്ടും ഒരു ജൂൺ മാസം, വീണ്ടും സ്കൂൾ ദിനങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് എലേഷ മോൾരാജൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്. പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യൂഷ്വലി സ്കൂൾ റീഓപ്പണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം മൈൻഡിൽ ആദ്യം കടന്നു വരുന്നത് പുതിയ ബാഗ്, ബുക്സ്, കുട, വാട്ടർ ബോട്ടിൽ, അങ്ങനെ സ്കൂളിൽ പോകുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ പുതിയ കാര്യങ്ങളും മേടിക്കുന്നതിനെ പറ്റിയൊക്കെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഇമോഷണലി സ്റ്റേബിൾ ആണോ എന്നത്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നാം പലപ്പോഴും വിട്ടുപോകുന്നതും അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അവഗണിക്കുന്നതുമായ ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ഹോളിഡേയ്സ്. 2 മാസത്തോളം വീട്ടിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നൊരു കുട്ടി, ഇഷ്ടമുള്ളപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയും ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുകയും കിടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തൊരു കുട്ടി പെട്ടെന്ന് ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ റുട്ടീൻ മാറ്റണം, രാവിലെ എഴുന്നേൽക്കണം, റെഡി ആവണം, സ്കൂളിൽ പോകണം, പുതിയ ടീച്ചർ, പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ ഫ്രണ്ട്സ്, ക്ലാസ് റൂം, ഇതെല്ലാം കൂടി കുട്ടിയുടെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു ദിവസം വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു സ്ട്രെസ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ഒക്കെ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ കാണുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, കരയുന്നു, എനിക്ക് വയറുവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പേരൻസിനെ ചുറ്റിപ്പറ്റി തന്നെ ഇരിക്കുക, ഭയങ്കര ക്ലിങ്കി ആയിട്ട് ഫീൽ ചെയ്യുക. ഇതെല്ലാം ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികളിൽ കാണുന്ന ചില സ്വഭാവ സവിശേഷതകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ പേരൻസ് പലപ്പോഴും പറയാറുള്ള ചില ഡയലോഗ്സ് ഉണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്, അവനെ കണ്ടുപിടിക്കുക, അവൻ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്, ഇത്ര സ്റ്റബേൺനെസ് പാടില്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കുട്ടിയുടെ വാശി അല്ലെങ്കിൽ സ്റ്റബേൺനെസ് ആണോ? അല്ല. പലപ്പോഴും ഈ ഒരു പുതിയ ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു മാറ്റങ്ങൾ കുട്ടിയിൽ ആൻസൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒക്കെ ഫീൽ ചെയ്യാൻ ഉളവാകാൻ കാരണമാകുന്നു. നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നവയാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്ലീസ് അവോയ്ഡ് ഇൻവാലിഡേറ്റിംഗ് ദർ ഫീലിങ്സ്. ഒരു കുട്ടി കരയുമ്പോൾ കരച്ചിൽ നിർത്ത് എന്ന് പറയുന്നതിന് പകരം അവരുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക. അതായത് സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, ടെൻഷൻ ഉണ്ടോ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് പതുക്കെ ശരിയാക്കാം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ റീഅഷ്വർ ചെയ്യുക. ബിക്കോസ് ഒരു കുട്ടി കാമാവുന്നത് ഒരിക്കലും നമ്മുടെ ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് കൊണ്ടല്ല, മറിച്ച് അവരായിരിക്കുന്ന സിറ്റുവേഷൻ അവർക്ക് സേഫും കംഫർട്ടബിളും ആണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ്. ദെൻ പേരൻസ് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അതായത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കുക, അവൻ എന്ത് മിടുക്കനാണ്, അല്ലെങ്കിൽ നിൻ്റെ സിബ്ലിങ്സിനെ നോക്ക്, നിൻ്റെ ബ്രദറിനെ, നിൻ്റെ സിസ്റ്ററിനെ നോക്ക്, അവൾ എന്ത് മിടുക്കിയായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, നീ മാത്രം എന്താ ഇങ്ങനെ, നിനക്ക് മാത്രം എന്താ സ്കൂളിൽ പോകാൻ ഇത്ര മടി, ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ്. ഓർക്കുക, എവ്രി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ചില കുട്ടികൾ ചില സാഹചര്യങ്ങളോട് വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവും. എന്നാൽ മറ്റ് ചില കുട്ടികൾ ആ സെയിം സാഹചര്യത്തോട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. അതൊരിക്കലും അവർ വീക്ക് ആയതുകൊണ്ടല്ല, മറിച്ച് അത് അവരുടെ ജസ്റ്റ് ഒരു ഇമോഷണൽ സ്റ്റൈലാണ്. പേരൻസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അവരവരുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നത് കുട്ടികൾ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയാണെന്നാണ്. പക്ഷേ ഒരിക്കലുമല്ല. ഈ ഒരു കമ്പാരിസൺ ഒരിക്കലും കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയില്ല, മറിച്ച് അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കത്തതേ. കുട്ടികളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വേ ഓഫ് തിങ്കിങ് ഉണ്ടാവാം അവരെക്കുറിച്ച് തന്നെ. അതായത്, ഞാനെന്താ ഇങ്ങനെ, ഞാൻ മാത്രമാണോ ഇങ്ങനെ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ലേ എന്നൊക്കെ ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾ അവരിലുണ്ടായി ഈ കമ്പാരിസൺ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിക്കാൻ ഇടയായിത്തീരും. സോ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ ആരുമായിട്ടും, അവരുടെ സഹോദരങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ ഇടയായിത്തീരരുത്.
അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ മോർണിംഗ് അറ്റ്മോസ്ഫിയർ. സ്കൂൾ തുറന്നാൽ പിന്നെ മിക്ക വീടുകളിലും രാവിലെ സമയം ഒരു ഹറിബറി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക, അല്ലേ? എൻ്റെ ഷൂ എവിടെ, നിൻ്റെ ബാഗ് എവിടെ, ID കാർഡ് എവിടെ, ബസ് ഇപ്പോൾ വരും, ഫാസ്റ്റ് വേഗം ഫുഡ് കഴിക്കാതില്ലേ കുട്ടികൾ പോകുന്നു, ലൈക്ക് ഇങ്ങനെ ഒരു ഹറിബറി സിറ്റുവേഷൻ, അല്ലേ? പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പേരൻസിൽ നിന്നാണ്. സോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഹറിബറി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാത്ത ഒരു ലാസ്റ്റ് മൊമെൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ലേറ്റർ കുട്ടികളും അങ്ങനെ ആയിരിക്കാം അവരുടെ ഭാവിയിലും ഒരു ഹറിബറി ആയി തീരാൻ ചാൻസസ് ഉണ്ട്. സോ പേരൻസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, തലേന്ന് രാത്രി കുട്ടിയെ വിളിച്ചിരുത്തി പേരൻസും കുട്ടികളും കൂടെ ഒരുമിച്ചിരുന്ന് അടുത്ത ദിവസത്തിന് വേണ്ട ടൈം ടേബിൾ അടുക്കി വെക്കുക, ബുക്സും ബാഗും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഡിസിപ്ലിനിലൂടെ കുട്ടീനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ലേറ്റർ അവർ വലുതാവുമ്പോഴും നല്ലൊരു ഡിസിപ്ലിനോടെ അല്ലെങ്കിൽ നല്ലൊരു ഓർഡറിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇടയായിത്തീരും. ദെൻ അടുത്തതായിട്ട് പേരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ പ്രഷർ കൊടുക്കുന്നത്. മിക്ക പേരൻസും ആദ്യ ദിവസങ്ങൾ തൊട്ട് തന്നെ കുട്ടികളിലേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ചെലുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർഷം നീ നന്നായിട്ട് പഠിക്കണം, നിൻ്റെ മാർക്കൊന്നും കുറയില്ല, ടീച്ചേഴ്സ് ഒരു കംപ്ലൈൻറ്റും നിന്നെക്കുറിച്ച് പറയില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ കുട്ടി പോയിരിക്കുന്ന പുതിയ സാഹചര്യം അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടിയുടെ പുതിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ പുതിയ ടീച്ചറിനോടൊപ്പം പുതിയ ഫ്രണ്ട്സിനോടൊപ്പം കംഫർട്ടബിൾ ആണോ എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. കുട്ടി ആ ഒരു സിറ്റുവേഷനിൽ കംഫർട്ടബിൾ ആയതിനു ശേഷം ആ ഒരു റുട്ടീനൊക്കെ ഒന്ന് അഡാപ്റ്റ് ആയതിനു ശേഷം മാത്രമേ കുട്ടിയിൽ നല്ലൊരു ലേണിംഗ് നടക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം കുട്ടി ആ ഒരു സിറ്റുവേഷനിൽ അഡാപ്റ്റ് ആയിട്ടില്ല, ആ കുട്ടിക്ക് ടീച്ചറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സ്കൂളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ നല്ലൊരു ലേണിംഗ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കുട്ടിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഇന്ന് എന്താ പഠിപ്പിച്ചത്, നാളത്തേന് ഹോംവർക്ക് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ നീ ഓക്കെ ആണോ, ആർ യു ഹാപ്പി എന്നൊക്കെ ഒന്ന് കുട്ടികളോട് ചോദിക്കുക. സംടൈംസ് പേരൻസ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ കുട്ടി വളരെ സ്ട്രോങ് ആയിട്ട് വളരുകയുള്ളൂ എന്നത്. ഒരിക്കലുമല്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസിനേക്കാൾ കൂടുതൽ ഇമോഷണലി സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ഉള്ള കുട്ടികളാണ് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് വളരുകയുള്ളൂ. സോ ബിഫോർ സെൻഡിങ് യുവർ ചൈൽഡ് ടു സ്കൂൾ ഒരു കാര്യം ഓർക്കുക, കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ ഒരുപക്ഷെ മറന്നു പോയേക്കാം, ബട്ട് ദേ വിൽ ഓൾവേസ് റിമെമ്പർ ഹൗ വി മെയ്ഡ് ദം ഫീൽ. സോ അവരുടെ പഠനത്തിനും മാർക്സിനും ഒക്കെ മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്നേഹവും ക്ഷമയും ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ നമുക്ക് നൽകാം. ബിക്കോസ് ഹാപ്പി ചിൽഡ്രൻ ലേൺ ബെറ്റർ.